Hi all, I'm Naina Narayanan and this is Sims Education Center Malappuram. Today we are dealing with the major paper 2 fiction, the last chapter, The Mayor of Casterbridge by Thomas Hardy. Thomas Hardy was born on June 1840 in a remote village near Dorchester. After his schooling, he worked as an apprentice to John Hicks. An architect. 2 years later, he went to London and became a Gothic draftsman and worked hard to win several prizes. But soon he lost his interest in architecture and began writing poems, till his writings were rejected by the publishers. His first novel, The Poor Man and the Lady, was never published. He managed to get his neat novel, Desperate Remedies, published, but in a financial failure, his important novel are The Return of the Native, The Trumpet Major, The Woodlanders, Tess, and The Jew the Obscure. Most of his novels have a tragic ending. In 1895, he published his poems in the volume entitled The Wessex Poems in 1901. In 1923, he brought out the first part of his poetic drama, The Dinas. The second and the third part appeared in 1906 and 1908 respectively. In 1910, the British government awarded him the Order of Merit. He caught a cold and passed away on January 11, 1928. ഇപ്പോൾ തോമസ് ഹാർഡി അദ്ദേഹം ജനിക്കുന്നത് ഡോർച്ചസ്റ്റർ എന്ന് പറഞ്ഞ എന്നുള്ളൊരു വില്ലേജിൽ 1840 ജൂൺ 2-നാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനകാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജോൺ ഹിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിൻ്റെ കീഴിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. 2 വർഷത്തിന് ശേഷം അദ്ദേഹം ലണ്ടനിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം ഒരു ഗോതിക് ഡ്രാഫ്റ്റ്സ്മാനായി, ഗോതിക് ഇതൊക്കെ പകർത്തി എഴുതുന്ന ഒരു എഴുത്തുകാരനായിട്ട് മാറി. അപ്പോൾ അതിന് അദ്ദേഹത്തിന് ഒരുപാട് പ്രൈസസ്, ഒരുപാട് സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് എന്താണ് ഹി ലോസ്റ്റ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ആർക്കിടെക്ചർ ആൻഡ് ബിഗാൻ റൈറ്റിംഗ് പോംസ്. അപ്പോൾ ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റൊക്കെ അദ്ദേഹത്തിന് പോയി. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, പോയംസ് എഴുതാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് പബ്ലിഷേഴ്സ് റിജക്റ്റ് ചെയ്യുന്നവരെ അദ്ദേഹം വർക്ക്സ് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായിട്ടുള്ള ദ പുവർ മാൻ ആൻഡ് ദ ലേഡി എന്ന് പറയുന്നത് ഒരിക്കലും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്യപ്പെട്ട നോവലാണ് ഡെസ്പറേറ്റ് റെമഡീസ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഫിനാൻഷ്യലി ഒരു ഫെയിലിയറായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് പറയുന്നുണ്ട്. ദ റിട്ടേൺ ഓഫ് ദ നേറ്റീവ്, ദ ട്രംപറ്റ് മേജർ, ദ വുഡ്ലാൻഡേഴ്സ്, ടെസ്, ജൂ ദ ഒബ്സ്ക്യൂർ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവൽസാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ നോവൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാതും ഒരു ട്രാജിക് എൻഡിങ് ആയിട്ടുള്ള നോവൽസ് ആയിരുന്നു. 1895 അദ്ദേഹത്തിൻ്റെ ഒരു പോയട്രി കളക്ഷൻ വെസെക്സ് പോയംസ് എന്ന് പറഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 1923 അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ഡ്രാമയുള്ള ഡൈനാസ്റ്റ് പബ്ലിഷ് ചെയ്തു, അതിൻ്റെ ആദ്യത്തെ ഭാഗം. പിന്നീട് 2ാമത്തെയും 3ാമത്തെയും ഭാഗം 1906-ലും 1908-ലുമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 1910 ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തിന് ഓർഡർ ഓഫ് മെറിറ്റ് എന്നുള്ള ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിൻ്റെയൊക്കെ ഇതിന് അങ്ങനെ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 1928 ജനുവരി 11-നാണ് അദ്ദേഹം മരിക്കുന്നത്. ഇനി ഈ ഒരു ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് എന്നുള്ള ഈ നോവലിൻ്റെ ഒരു ഒരു ഔട്ട്ലൈനാണ് ഇനി പറയാനുള്ളത്. Michael Henchard is a young journeyman hairdresser. One day, in a drunken mood, he sells his wife Susan and his baby daughter Elizabeth Jane to a sailor named Richard Newson. Michael Henchard is a young journeyman hairdresser. One day, in a drunken mood, he sells his wife Susan and his baby daughter Elizabeth Jane to a sailor named Richard Newson. മൈക്കിൾ ഹെൻഷാർഡ് എന്ന് പറയുന്നത് ഒരു ഹെയർ ഡ്രസ്സറാണ്. ഹെയർ ഡ്രസ്സർ എന്ന് പറയുമ്പോൾ ഹെയർ എന്ന് പറഞ്ഞാൽ വൈക്കോൽ, ഈ വൈക്കോലൊക്കെ കെട്ടുന്ന ജോലി എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അമിതമായിട്ട് മദ്യപിച്ചൊരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സൂസനെയും അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള എലിസബത്ത് ജെയിനെയും ഒരു സെയിലറായിട്ടുള്ള റിച്ചാർഡ് ന്യൂസന് വിൽക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് മോർണിംഗ് വെൻ ഹി വേക്ക് അപ്പ്, he is ashamed of what he has done the previous evening. He goes to a nearby village church and vows never to touch any liquor of a period of 21 years. Then he makes futile search for his daughter and wife. Finally, he settles down as a hairdresser in the town of Casterbridge.
അപ്പോൾ പിന്നത്തെ ദിവസം രാവിലെ എണീച്ചപ്പോഴാണ് അദ്ദേഹം ചെയ്ത കാര്യത്തിൽ തെറ്റായി പോയി എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിന് വന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ചർച്ചിൽ പോയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സത്യം ചെയ്യാണ്, എന്താണ്, ഞാൻ ഇനി 21 വർഷത്തേക്ക് മദ്യപിക്കില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം വളരെ സമയം മീൻസ് ഒരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യനെയും കുഞ്ഞിനെ അന്വേഷിച്ച് ഒരുപാട് നടന്നു. പക്ഷേ അദ്ദേഹത്തിന് അവരെ ആയില്ല. പിന്നീട് അദ്ദേഹം ടൗൺ ആയിട്ടുള്ള കാസ്റ്റർ ബ്രിഡ്ജിൽ ഒരു ഹെയർ ഡ്രസ്സറായിട്ട് ഇങ്ങനെ ഈ ഒരു അദ്ദേഹം ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെ ചെയ്തിട്ട് അവിടെ സെറ്റിൽഡായി. പിന്നീട് 18 years pass by. Through his hard work and total abstinence, Henchard becomes the richest man and occupies the position of the mayor of Castlereagh. So 18 വർഷം കഴിഞ്ഞു പോയി. അദ്ദേഹത്തിന് ഹാർഡ് വർക്കും അതുപോലെ തന്നെ മദ്യം അദ്ദേഹം വർജിച്ചിരുന്നു, മദ്യം ഉപയോഗിക്കില്ലായിരുന്നു. ഇതെല്ലാം കാരണം അദ്ദേഹം എന്താണ്, മേയറായി, അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനായി ഈ കാസ്റ്റർ ബ്രിഡ്ജിലെ. അതുപോലെ തന്നെ അവിടുത്തെ മേയർ എന്ന പൊസിഷനിലേക്ക് അദ്ദേഹം എത്തി. Meanwhile, Susan spent several difficult years abroad with Richard Newson, the sailor. Both of them feel guilty of their relationship. Therefore, in order to relieve Susan of all the troubles, Newson goes away on a trip of Newfoundland and causes the rumor to spread that he was drowned. Susan now decides to go back to Castlereagh and find out her husband Henchard, chiefly for the sake of her daughter, who is now 18 years old. Henchard, who is now 40 years old, recognizes her. He is happy to know that his past history has been kept a secret. Susan tells her daughter that Henchard is a relative of hers. Henchard decides to make amends for the wrongs he has done to Susan. He tells the people that she is a widowed relative and so marries her. അപ്പം സൂസൻ കുറേ കാലം റിച്ചാർഡ് ന്യൂസൻ്റെ കൂടെയാണ് ജീവിച്ചിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവൾ ജീവിച്ചിരുന്നത്. അപ്പം അവർക്ക് രണ്ടുപേർക്കും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ആലോചിച്ച് ഗിൽറ്റി ഫീൽ വന്നു. അപ്പം എന്താ, സൂസനെ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ന്യൂസൻ എന്ത് ചെയ്യും, അദ്ദേഹം ഇങ്ങനെ ഒരു ട്രിപ്പ് പോകും, ന്യൂഫൗണ്ട്ലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പോകും. എന്നിട്ട് അദ്ദേഹം പറയും, അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഷിപ്പ് മുങ്ങിപ്പോയി, അദ്ദേഹം അവിടെ നിന്ന് മുങ്ങിപ്പോയി എന്ന് പറയും. അങ്ങനെ ഒരു വാർത്ത വരുത്തും. അപ്പോൾ സൂസൻ എന്ത് ചെയ്യും, അവളുടെ ഹസ്ബൻഡായിട്ടുള്ള ഹെൻചാർഡിനെ അന്വേഷിച്ച് കാസ്റ്റർ ബ്രിഡ്ജിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ 18 വയസ്സായിട്ടുള്ള അവളുടെ മകളായിട്ടുള്ള എലിസബത്ത് ജെയിന് വേണ്ടിയിട്ടാണ്. അപ്പം അവൾ അവിടെ ചെല്ലുമ്പോൾ ഹെൻചാർഡിന് അവളെ മനസ്സിലാക്കും, തിരിച്ചറിയും. ഹെൻചാർഡിന് അപ്പോഴേക്കും 40 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം അദ്ദേഹം വളരെ മീൻസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാസ്റ്റ് ഹിസ്റ്ററി അദ്ദേഹം സീക്രട്ടായിട്ട് തന്നെ വെക്കും, മീൻസ് ആരോടും പറയില്ല. എന്നിട്ട് സൂസൻ അവളുടെ ഡോക്ടറോട് പറയണത് എന്താ വെച്ചാൽ ഹെൻചാർഡ് എന്ന് പറയണത് അവരുടെ റിലേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ, ഈ സൂസനോട് അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റുകളുണ്ടല്ലോ, ഇങ്ങനെ ചെയ്തതിനൊക്കെയുള്ള പരിഹാരമായിട്ട് സൂസനെ മാരി ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിക്കും. മീൻസ് അത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് മീൻസ് പരിചയത്തിലുള്ള ഒരു ആളുടെ ഭാര്യയാണ്, ഭർത്താവ് മരിച്ചതാണ്. അപ്പം അവളെ മാരി ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയും. Henchard has committed a wrong to another woman named Lucetta, with whom he is in love with. Just before the arrival of Susan, Henchard has promised to marry her if Lucetta is prepared to run the risk of his wife returning at any time. She agrees and a wedding is about to take place. It is under such circumstances that Susan turns up. Henchard drops Lucetta and takes Susan because he feels that his first duty is towards Susan. അപ്പം ഈ ഹെൻചാർഡ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൂസറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയോടും ഇതുപോലെ തെറ്റായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. അവർ മീൻസ് അവരുടെ ഇടയിലൊരു ഫിസിക്കൽ റിലേഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് സൂസൻ വരുന്നതിന് മുന്നെയാണ്. അപ്പോൾ അദ്ദേഹം ലൂസറ്റനെ മാരി ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ടാവും. അപ്പം എന്താ, ലൂസറ്റയ്ക്ക് എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എപ്പോഴാണ് വരിക എന്നുള്ള ഒരു ഇതിലായിരുന്നു അവർ. അപ്പോൾ അവരുടെ വിവാഹം നടക്കാനായ സമയത്താണ് ആര് വരുന്നത്, സൂസൻ വരുന്നത്. അപ്പോൾ സൂസൻ വന്ന സമയത്ത് അദ്ദേഹം ലൂസറ്റേനെ ഒഴിവാക്കി സൂസനെ മാരി ചെയ്യുക. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സൂസനോടാണ്. മീൻസ് സൂസനോടല്ല അദ്ദേഹം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്. അപ്പോൾ സൂസനെ മാരി ചെയ്യണം എന്നുള്ളത് ഇതാക്കിയിട്ട് അദ്ദേഹം സൂസനെ മാരി ചെയ്യാണ്. അപ്പം ഓൺ ദ സെയിം ഡേ ഹെൻചാർഡ് മീറ്റ്സ് എ യങ്
intelligence coachman named Donald Farfrae, who he engages as his manager. Henchard's business thrives under his scientific and shrewd management. Elizabeth falls in love with him. Susan wishes that Elizabeth marry Farfrae, and so she encourages this affair. But suddenly she is taken ill and dies without seeing her wish fulfilled. On her deathbed, Susan writes a letter to Henchard, but he should not open it before Elizabeth's marriage. അപ്പോൾ സൂസനെ മാരേജ് ചെയ്ത അതേ ദിവസം തന്നെയാണ് അദ്ദേഹം ഒരു ഡൊണാൾഡ് ഫാർഫ്രേ എന്നുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുന്നത്. അയാളെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ മാനേജറായിട്ട് അപ്പോയിൻ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്യും. മീൻസ് ഈ ഡൊണാൾഡ് ഫാർഫ്രയുടെ കഴിവ് കൊണ്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അത്രയും കഴിവുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ എലിസബത്തിന് ഈ ഡൊണാൾഡ് ഫാർഫ്രേനെ ഇഷ്ടമാവും. അപ്പം സൂസൻ ഇതറിയും. അപ്പോൾ സൂസൻ എന്ത് ചെയ്യും? സൂസൻ ഇവരുടെ ഈ ഒരു അഫെയറിനെ എൻകറേജ് ചെയ്യും. കാരണം ഫാർഫ്രേ നല്ലൊരു പയ്യനാണല്ലോ. പക്ഷേ പെട്ടെന്നാണ് അപ്പോൾ സൂസനും എലിസബത്തും ഫാർഫ്രയും തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് അവർ ആ അഫെയറിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് സൂസന് സുഖമില്ലാതെയാവുന്നതും മരിക്കുന്നതും. അപ്പോൾ അവളുടെ ആഗ്രഹം സാധിക്കാതെയാണ് അവൾ മരിക്കുന്നത്. അപ്പോൾ അവളുടെ മരണത്തിൻ്റെ സമയത്ത് അവൾ ഹെൻചാർഡിനൊരു കത്ത് എഴുതും. അപ്പോൾ എലിസബത്തിൻ്റെ മാരേജിന് മുന്നേ ആയിട്ട് ആ കത്ത് തുറന്ന് നോക്കരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, സൂസൻ പറയുന്നുണ്ട്. After the death of Susan, Henchard informs Elizabeth that he is her real father. Even though Elizabeth is upset by this piece of information, she slowly gets reconciled to it. Susan's letter falls into the hands of Henchard, and in his anxiety he opens the letter and is shocked to learn that Elizabeth Jane is not Henchard's daughter but Newson's. The little girl of the same name whom Henchard sold with Susan had died soon after the sale. അപ്പോൾ സൂസൻ്റെ മരണശേഷം ഹെൻചാർഡ് എലിസബത്തിൻ്റെ അടുത്ത് പറയും അദ്ദേഹമാണ് അവളുടെ റിയൽ ഫാദർ എന്ന് പറയും. അപ്പം ആദ്യം കേൾക്കുമ്പോൾ എലിസബത്തിന് വളരെ ഒരു ഷോക്ക്ഡ് ആവുമെങ്കിലും പിന്നീട് അവൾ അതുമായിട്ട് പൊരുത്തപ്പെടും. അപ്പോൾ പിന്നെയാണ് സൂസൻ്റെ ലെറ്റർ ഹെൻചാർഡിൻ്റെ കയ്യിലെത്തുന്നത്. അപ്പോൾ അയാളുടെ ആൻസൈറ്റി മൂലം അദ്ദേഹം ആ ലെറ്റർ തുറന്നു നോക്കും. അപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താ വെച്ചാൽ എലിസബത്ത് ജെയിൻ ഹെൻചാർഡിൻ്റെ ഡോട്ടർ അല്ല, മകളല്ല, പക്ഷേ ന്യൂസൻ്റെ ആണെന്ന്. അപ്പം ഈ ഹെൻചാർഡ് അദ്ദേഹത്തിൻ്റെ ഭാര്യനെയും മകളെയും വിൽക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ കുട്ടി പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ റിലേഷനിൽ സൂസനും ന്യൂസനും തമ്മിലുള്ള റിലേഷനിൽ ഉണ്ടാകുന്ന കുട്ടിയാണ് ഇപ്പോൾ ഉള്ള എലിസബത്ത് ജെയിൻ എന്ന് പറയുന്നത്. In the meantime, Henchard grows jealous of Farfrae's vast abilities and so dismisses him. Farfrae has already started an independent corn and hay business of his own and is flourishing. Henchard forbids Elizabeth from meeting Farfrae and decides to break Farfrae's business. So he indulges in extensive speculation, loses all his money and becomes bankrupt. His relationship with Elizabeth becomes strained after his discovery that she is not his daughter. He begins to dislike her and drags her out of his home, but she is given shelter by Lucetta, who has come determined to marry Henchard. അപ്പോൾ ആ സമയത്താണ് ഹെൻചാർഡിന് ഫാർഫ്രേനോട് ഭയങ്കര അസൂയ തോന്നും. മീൻസ് അയാൾ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണല്ലോ. അപ്പോൾ അയാളെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും ഫാർഫ്രേ സ്വന്തമായിട്ട് ഒരു കോൺ ആൻഡ് ഹേ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് നല്ല പൈസയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ എലിസബത്തിനെയും ഫാർഫ്രേയും തമ്മിൽ കാണാനും സംസാരിക്കാനും ഒന്നും ഹെൻചാർഡ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഹെൻചാർഡിൻ്റെ ബിസിനസ്സൊക്കെ നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും, ഫാർഫ്രയുടെ ബിസിനസ്സൊക്കെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയായിരിക്കും ഹെൻചാർഡിന്. അപ്പോൾ അദ്ദേഹം അതിനായിട്ട് ഇങ്ങനെ ഒരുപാട് മീൻസ് അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊഹക്കച്ചവടമൊക്കെ നടത്തും. അതിലൊക്കെ അദ്ദേഹം തോൽക്കും, അദ്ദേഹം കടക്കെണിയിലകപ്പെടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എലിസബത്തിന് ഇടയിലുള്ള റിലേഷൻ വളരെ മോശമാവും. കാരണം അദ്ദേഹത്തിന് സ്വന്തം മകളല്ല എന്നുള്ള തിരിച്ചറിവ് കാരണം അദ്ദേഹം അവളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുക. അവളെ ഒക്കെ ഇഷ്ടമല്ലാതെയോ എന്നിട്ട് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക ചെയ്യുന്നത്.
അപ്പോൾ ഇവൾക്ക് ഷെൽട്ടർ കൊടുക്കുന്നത് ലൂസറ്റിയാണ്. അദ്ദേഹത്തിന് ആദ്യം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ, ആ സ്ത്രീയുടെ വീട്ടിലാണ് ഇവള് ചെന്നെത്തുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കല്യാണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൊരു സ്ത്രീയാണല്ലോ ലൂസറ്റ എന്ന് പറയുന്നത്. But what happens is something different. Lucetta falls in love with Farfrae, who is also equally infatuated with her. Henchard is thinking of marrying Lucetta as her fortune will enable him to tide over his financial crisis. But when he hears Lucetta is in love with Farfrae, he becomes wild and angry and threatens her that he would reveal to Farfrae their old relationship. Lucetta wastes no time to get married to Farfrae. Henchard becomes wild with rage and swears vengeance, but soon he becomes bankrupt and his properties are sold by public auction. Farfrae buys Henchard house and moves into it with his wife. Henchard becomes desperate. പക്ഷേ പിന്നീട് നടക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ലൂസറ്റി ഫാർഫ്രയും തമ്മിൽ ഇഷ്ടത്തിലാവും. അപ്പോൾ ഹെൻചാർഡ് ലൂസറ്റേനെ മാരി ചെയ്യാനായിട്ട് തീരുമാനിക്കും. കാരണം ലൂസറ്റയുടെ ഫോർച്യൂൺ മീൻസ് ഭാഗ്യമൊക്കെ അദ്ദേഹത്തിന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിക്കും. മീൻസ് അവളുടെ ഫിനാൻഷ്യലി അവൾ ഫിറ്റാണല്ലോ, അപ്പോൾ അവളുടെ ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. ആ സമയത്താണ് അദ്ദേഹം അറിയണത് ലൂസറ്റി ഫാർഫ്രയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം തോന്നും. അവരെ മീൻസ് അവളെ ഭീഷണിപ്പെടുത്തും. മീൻസ് എന്താ ഫാർഫ്രയുടെ അടുത്ത് ഇവരുടെ പണ്ടത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നു, അവരുടെ ഭീഷണിപ്പെടുത്തും. പക്ഷേ ലൂസറ്റ് സമയമൊന്നും പാഴാക്കാതെ എന്ത് ചെയ്യും, ഫാർഫ്രൈനെ മാരി ചെയ്യും. അപ്പോൾ ഹെൻചാർഡിന് ഭയങ്കര ദേഷ്യം. മീൻസ് അദ്ദേഹം ഇങ്ങനെ എന്താ സത്യം ചെയ്യും, മീൻസ് അവരോടുള്ള ശത്രുത, മീൻസ് അവളോട് പ്രതികാരം ചെയ്യും എന്നൊക്കെ പറയും. അപ്പം പിന്നീട് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് കടക്കണിയിൽ മുങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തും ലേലത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വാങ്ങുന്നത് ആരാണ്? ഫാർഫ്രയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഹെൻചാർഡിൻ്റെ ആ വീട്ടിലേക്ക് താമസം മാറും. അപ്പോൾ ഹെൻചാർഡ് വളരെയധികം ഡെസ്പറേറ്റ് ആയിട്ട് മാറും. എലിസബത്ത് ഹാഡ് ലെഫ്റ്റ് ലൂസറ്റ and is now living alone in lodgings. When she hears about the misfortune of Henchard, she comes to take care of him. Henchard decides to go to work in Farfrae's yard as a hairdresser. Henchard receives another blow when he hears that Farfrae is to be elected mayor of Casterbridge. He gets drunk now that his oath for 21 years is over. അപ്പോൾ എലിസബത്ത് ലൂസറ്റിൻ്റെ അവിടെ നിന്ന് പോയിട്ട് ഒരു വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അവൾ ഇങ്ങനെ ഹെൻചാർഡിൻ്റെ ഈ ഒരു എല്ലാം സ്വത്തൊക്കെ നഷ്ടപ്പെട്ട് വളരെ കഷ്ടത്തിലാണെന്ന് അറിയുമ്പോൾ അവൾ അയാളെ നോക്കാനായിട്ട് അയാളുടെ അടുത്തിലേക്ക് പോകും. പിന്നീട് ഫാർഫ്രയുടെ യാർഡിൽ തന്നെ ഹെയർ ഡ്രസ്സറായിട്ട് ഹെൻചാർഡ് ജോലി ചെയ്യും. അപ്പോൾ ഹെൻചാർഡിന് പിന്നെ ഒരു അടി കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാർഫ്രൈനെ അവിടുത്തെ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് ആയിട്ട് എലക്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹം ഒരുപാട് കുടിച്ച് ട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 21 വർഷം കഴിഞ്ഞാൽ മദ്യപിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം പ്രതിജ്ഞ ചെയ്ത കാലാവധി കഴിഞ്ഞിട്ടുണ്ടല്ലോ. There is excitement all over the town because of the visit of a royal personage. He decides to include himself in the civil function, but he is physically and prevented by Farfrae. Henchard's passion for revenge increases all the more and he is waiting for an opportunity. Later in the same evening, there is a skimming turn, solarizing and mocking as a past love affair to Henchard and Lucetta. She has been keeping it as a secret. After her marriage with Farfrae, she asked Henchard to return all the letters that she wrote to him. Henchard has committed a mistake of sending the letters through his new manager Job, who discovers the secret of her past and arranges the skimming turn in revenge. But as a Skimmington Rat passes through the street in front of Mrs. Henchard's house, Mrs. Farfrae's house, she is shocked to see her own secret past satirized and mocked in public. She falls down on her bed fainting. In a fit of hysteria, she dies. മീൻസ് റോയൽ പേഴ്സണേജ് വരുന്ന കാരണത്താൽ ടൗണിലുള്ള എല്ലാ ആളുകളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. അപ്പോൾ ഹെൻചാർഡ് എന്താണ് ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ തീരുമാനിക്കും. പക്ഷേ ഫാർഫ്രേ അദ്ദേഹത്തിന് പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നില്ല, മീൻസ് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഹെൻചാർഡിന് ഭയങ്കര റിവെഞ്ചായി മാറും ഇയാളോട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാനായിട്ട് മീൻസ് അങ്ങനെ ഒരു അവസരം വരുന്ന കാത്തിരിക്കും. അപ്പോൾ അതേ ഈവനിങ്ങിലാണ് ഇങ്ങനെ സ്കിമ്മിങ് ടേൺ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം അദ്ദേഹം എന്താണ് മീൻസ് ഹെൻചാർഡിൻ്റെയും ലൂസറ്റയുടെയും പാസ്റ്റ് ലവ് അഫെയറിനെ കുറിച്ച് ആളുകൾ പറയുന്നത് കേൾക്കും.
അപ്പം ഈ ലൂസറ്റ് ഇതൊക്കെ സീക്രട്ടായിട്ട് വെച്ചതായിരിക്കും. അപ്പോൾ അവളുടെ ഫാഫയുടെ മാരേജിന് ശേഷം ഹെൻചാഡിൻ്റെ അടുത്ത് ആ ലെറ്റേഴ്സൊക്കെ കൊടുക്കാൻ പറയും. അപ്പോൾ ഹെൻചാഡ് അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജോബ് എന്ന് പറഞ്ഞ ആൾ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മാനേജർ. അദ്ദേഹത്തിൻ്റെ അടുത്താവും ഈ ലെറ്റേഴ്സ് കൊടുത്തയക്കുക. അപ്പോൾ അയാൾക്ക് മീൻസ് ഈ പാസ്റ്റിനെ കുറിച്ചൊക്കെ അറിയും. എന്നിട്ട് ഈ സ്കിമ്മിങ്ടണിൽ ഇത് മീൻസ് റൈഡിൻ്റെ സമയത്ത് ഇത് എന്താ പറയുക പബ്ലിക് മീൻസ് അവരുടെ റിലേഷൻ. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് അവൾ ഷോക്ക്ഡ് ആവും. അപ്പം അവൾ എന്ത് ചെയ്യും, ബോധം കെട്ട് വീഴും. പിന്നീട് പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ഇതിൽ അവൾ മരിക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ലൂസറ്റ, Henchard and Elizabeth lead a quiet life, but their peace is shattered once again when one day news in the sailor turns up and claims his daughter. But Henchard informs him that Elizabeth is dead. He leaves Castbridge with a broken heart. Henchard and Elizabeth again lead a quiet life, but their peaceful life is again interrupted by Donald Farfrae, who resumes his courtship of Elizabeth, and the two are soon engaged. But Henchard does not approve of this, and she is not willing to lose his stepdaughter to his former rival. He going to be married, and he decided to go for her wedding. He goes to the house of Farfrae by the back doors and meets Elizabeth alone, but she behaves in an indifferent manner that wounds the feelings of Henchard. She expresses her displeasure at having missed by telling him that she is dead. Henchard assures her that he would never again see her or give her any trouble. He feels that he should not have gone to the wedding. Suddenly he leaves, and even though she searches for him, she could not find him anywhere. Again Henchard has to face problems. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് വന്നു. ന്യൂസൺ പിന്നെയും തിരിച്ചു വന്നു. അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ജീവനോടെ ഉണ്ടെന്നുള്ളത് അദ്ദേഹം അറിഞ്ഞു. അപ്പോൾ ഹെൻചാർഡ് ഈ സമയത്ത് ന്യൂസൺ വന്ന് ഇങ്ങനെ എല്ലാം മനസ്സിലാക്കിയ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഹെയർ ഡ്രസ്സറായിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ ആ സമയത്താണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളോട് ഭയങ്കര സ്നേഹമായിരുന്നു, സ്റ്റെപ്പ് ഡോട്ടറോട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എലിസബത്തിൻ്റെ മാരേജ് ആണെന്ന് കേട്ടിട്ട് എലിസബത്തിനെ കാണാനായിട്ട് പോകും. ആ സമയത്ത് എലിസബത്ത് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാവും ബിഹേവ് ചെയ്യുക. കാരണം അവളുടെ അച്ഛൻ അവളെ അന്വേഷിച്ച് വന്ന സമയത്ത് അവൾ മരിച്ചു പോയി എന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യം അവൾക്ക് ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് തോന്നും, ഹെൻചാർഡിന് തോന്നും അങ്ങോട്ട് ചെല്ലേണ്ടിയിരുന്നില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ ഇനി ശല്യം ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. അവൾ തന്നെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പിന്നീട് കണ്ടെത്തുന്നില്ല. Henchard walks out Castbridge. He travels all day and night continuously. His only companion is the poor Abel Whittle, whom he had ill-treated as a labourer. Henchard is tired and fainted the next morning. Whittle takes him to a deserted cottage where he lies for several days seriously ill. Whittle nurses him best as he could, but Henchard never recovers. He dies just half an hour before Elizabeth and Farfrae arrives there searching for. ഹെൻചാർഡ് കാസ്റ്റ്ബ്രിഡ്ജിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം രാത്രി പകലൊക്കെ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആകെ ഉള്ളതെന്ന് പറയുന്നത് ഏബൽ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരുപാട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലും വീട്ടിലായിരിക്കും അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവുക. പിന്നീട് അദ്ദേഹം ടയേർഡായിട്ട് അടുത്ത ദിവസം ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോട്ടേജിലാണ് വീട്ടിൽ അദ്ദേഹത്തിനെ കിടത്തി ശുശ്രൂഷിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം ഒരിക്കലും റിക്കവർ ആവുന്നില്ല, അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. എന്നിട്ട് എലിസബത്തും ഫാർഫ്രയും അദ്ദേഹത്തിനെ അന്വേഷിച്ച് അവിടെ എത്തുന്നതിന് അരമണിക്കൂർ മുന്നേ അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. Michael Henchard. Hardy's character never died. They live forever in our imaginations. Of all the herbs of Hardy, Michael Henchard stands apart with his vigorous, powering personality, violent passions and impulsive nature, egoistic, overbeating but bold, honest. He is a man of extremes, be it love, friendship or enmity. If he drinks with vengeance. If he abstains, he can abstain completely for 21 long years. It is violent and extends nature that brings him down to his ruin. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മരിക്കുന്നില്ല.
അപ്പോൾ ഹെൻചാർഡിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര പവർഫുൾ പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. വയലൻ്റ് ആയിട്ടുള്ള പാഷൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പം ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഹോണസ്റ്റ് ആയിരുന്നു, സത്യസന്ധനായിരുന്നു. പക്ഷേ എന്താ പറയുക, അദ്ദേഹത്തിന് ഇപ്പോൾ ശത്രുതയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ. ഇപ്പം മദ്യം വർജിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ 21 വർഷം കഴിക്കില്ല. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത പോലെ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാച്ചർ മീൻസ് അദ്ദേഹത്തിന് ഇങ്ങനെ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിരുന്നു. ഇങ്ങനെ മറ്റുള്ളവരോടൊരു ഈഗോ, ഒരു അസൂയ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പം അതുമൂലമാണ് അദ്ദേഹത്തിൻ്റെ നാശം സംഭവിച്ചത് തന്നെ നമുക്ക് പറയാം. A journeyman with hairdresser by profession. Henchard is a man of vast ambitions. He feels sorry that he has foolishly married at the age of 18, and at the age of 21 he is burdened with a wife and a child and nothing but 15 shillings. In a fit of drinkers, he sells his wife Susan and his child Elizabeth Jane at an auction to a sailor named Richard Newson. When he comes to his senses next morning, he is filled with remorse and vows to abstain from alcoholic drinks for a period of 21 years. After futile search, he settles down at Castlebridge. Through hard work and total abstinence, after 18 years, he becomes the richest man and also becomes the mayor of Castlebridge. He is now nearby 40 years, healthy but built with a commanding personality. He has prospered in the hay and corn business. It is at this time that Susan and Elizabeth Jane arrived at Castlebridge. Henchard is anxious to make amends for the wrong to have done to Susan and Elizabeth. He tells the people that Susan is a widowed relation and marries her, but sometime later Susan dies and tells Elizabeth that she is his daughter. അപ്പോൾ അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു ഹെയർ ഡ്രസ്സറായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പം ഒരുപാട് അംബീഷൻസ് ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. വളരെ ചെറുപ്പത്തിൽ 18ാമത്തെ വയസ്സിൽ തന്നെ ഒരു സൂസൻ എന്ന് പറഞ്ഞ ലേഡീനെ മാരേജ് ചെയ്യാണ്. 21 വയസ്സായപ്പോഴേക്കും ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഓവർബേർഡനായി അദ്ദേഹം റിച്ചാർഡ് ന്യൂസൺ എന്നുള്ളൊരു സെയിലർക്ക് വിൽക്കുന്നുണ്ട്. പിന്നീട് ചെയ്തത് പിറ്റേ ദിവസം രാവിലെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ചെയ്തത് തെറ്റായിട്ട് തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് മീൻസ് റിച്ചാർഡ് ന്യൂസനെ വിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നീക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, മീൻസ് അദ്ദേഹം ചെയ്ത തെറ്റിന് വളരെ വിഷമം തോന്നിയിട്ട് അദ്ദേഹം ഒരു സത്യം ചെയ്യുകയാണ്, 21 വർഷത്തേക്ക് അദ്ദേഹം ഇനി മദ്യപിക്കില്ല എന്ന്. എന്നിട്ട് അവരെ ഒരുപാട് സെർച്ച് ചെയ്യും. പക്ഷേ അവരെയൊന്നും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നീട് അദ്ദേഹം കാസ്റ്റർബ്രിഡ്ജിൽ സെറ്റിൽഡ് ആവും. പിന്നെ 18 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അതുപോലെ തന്നെ മദ്യവർജനവും ഒക്കെ കൊണ്ട് അദ്ദേഹം അവിടുത്തെ റിച്ചസ്റ്റ് മാനായി മാറി. പിന്നീട് അവിടുത്തെ മേയറായിട്ട് മാറി. അപ്പോൾ അദ്ദേഹത്തിന് 40 വയസ്സായിരുന്നു. അപ്പോൾ ഭയങ്കര കമാൻഡിങ് പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഹെയർ ആൻഡ് കോൺ ബിസിനസ്സൊക്കെ വളരെയധികം അഭിവൃദ്ധിപ്പെടും. അപ്പോൾ പിന്നീട് ആ സമയത്താണ് സൂസൻ എലിസബത്തും അദ്ദേഹത്തിന് അന്വേഷിച്ച് അവിടെ വരുന്നത്. അപ്പോൾ അദ്ദേഹം സൂസനോട് ചെയ്ത തെറ്റിൻ്റെ ഇതായിട്ട് അദ്ദേഹം പറയും, ഇങ്ങനെ എല്ലാവരോടും പറയും, ഇത് എൻ്റെ ഓൾഡ് റിലേഷൻഷിപ്പിലുള്ള ഒരു ലേഡിയാണ്, അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, അപ്പോൾ ഞാൻ ഇവരെ മാരേജ് ചെയ്യുകയാണെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ സൂസൻ മരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ എലിസബത്തിനോട് അദ്ദേഹം പറയുന്നുണ്ട്, എലിസബത്ത് അദ്ദേഹത്തിൻ്റെ ഡോട്ടറാണെന്ന് പറയുന്നുണ്ട്. The part played by chance in The Mayor of Casterbridge. Michael Henchard is a hero of the novel The Mayor of Casterbridge. He is a man who has seen many ups and downs, but in all phases of his life, his extremity is irresponsible for the changes in the life. നല്ല ഹീറോ എന്ന് പറയുന്നത് മൈക്കിൾ ഹെൻചാർഡാണ്. അദ്ദേഹത്തിന് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ലൈഫിൽ. അദ്ദേഹത്തിൻ്റെ എക്സ്ട്രീമിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളായിട്ട് കൊണ്ടുവരുന്നത്. We see Michael Henchard in the beginning of the novel as a drunken mood. He strikes an idea of selling his wife. It was not a custom among the people, but the strangeness of the idea appeals to him. When the effects of liquor wear off, he feels sorry for his rash behavior. After that, he makes a vow never to touch the liquor. From then onwards, he makes a search for Newson, to whom he has sold his wife Susan. He works hard for 18 years and becomes the mayor of Casterbridge. അപ്പോൾ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഹെൻചാർഡ് ഒരു ഡ്രങ്കൺ മൂഡിലാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ആരും അങ്ങനെ ചെയ്യുന്നൊരു ഇതല്ല. പിന്നീട് അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായിട്ട് അദ്ദേഹം ഇങ്ങനെ അവളെ അന്വേഷിച്ച് പോകുന്നൊക്കെ ഉണ്ട്. ന്യൂസ് എന്ന് പറഞ്ഞാൽ സെയിലർക്കാണ് അവളെ വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവളെ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല അപ്പോൾ പിന്നീട് അദ്ദേഹം കാസ്റ്റർബ്രിഡ്ജിൽ തന്നെ സെറ്റിൽഡ് ആയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു വളരെ പണക്കാരനായി അവിടുത്തെ മേയറായിട്ട് മാറി. വൺ ഡേ സൂസൻ കംസ്. അപ്പോൾ ആ സമയത്താണ് സൂസൻ കാസ്റ്റർബ്രിഡ്ജിൽ എത്തുന്നത്.
ഡോട്ടർ അവളെ മകളുമായിട്ട്. നൗ ഹെൻചാർഡ് കനോട്ട് ഓപ്പൺലി ഡിക്ലെയർ ഹിസ് പാസ്റ്റ് ആൻഡ് ഹിസ് മാരേജ് വിത്ത് സൂസൻ. അപ്പോൾ അദ്ദേഹത്തിന് പാസ്റ്റ് റിവീൽ ചെയ്യാനായിട്ട് കഴിയില്ല. മീൻസ് ഓൾറെഡി സൂസനായിട്ട് മാരീഡ് ആണെന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല. So he marries Susan just to make others believe that he has met her only recently. However, he tries to keep his past as a secret. It comes out in the open to an old lady. She is charged with committing an. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ മീൻസ് സൂസൻ ഓൾറെഡി മാരി ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റീസെൻ്റായിട്ട് അവളെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതിൽ അദ്ദേഹം അവളെ മാരി ചെയ്യും. പിന്നീട് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സീക്രട്ടായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ സീക്രട്ടൊക്കെ റിവീൽ ആയിപ്പെടുന്നത് ഒരു ഓൾഡ് ലേഡി കാരനാണ്. ഷീ ഈസ് ചാർജ്ഡ് വിത്ത് കമ്മിറ്റിംഗ് യൂസിങ് ഇൻഡീസെൻറ്റ് ലാംഗ്വേജ്. വളരെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നതിനാണ് അവരെ ചാർജ് ചെയ്യപ്പെടുക, മീൻസ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. As the magistrate is absent on that day, Henchard occupies a chair. In the court, the old lady recognizes Henchard as a man who sold his wife in a drunken mood. Thus, it is a chance with exposes Henchard's shameful past. അപ്പോൾ അവർ ഇങ്ങനെ മജിസ്ട്രേറ്റ് ലീവായപ്പോൾ ഹെൻചാർഡാണ് അവിടെ നിൽക്കുക. അപ്പോൾ ഹെൻചാർഡിനെ കാണുമ്പോൾ മനസ്സിലാവും ഭാര്യനെ വിറ്റിട്ടുള്ള ആളാണ് ഇയാൾ, എന്നിട്ട് അവരത് തുറന്നു പറയും. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മോശം പാസ്റ്റ് എല്ലാവരും അറിയണത്. Another instance of chance playing havoc with Henchard's life is the appointment of Farfrae disregarding the claims of Job. As Job is denied the job, he develops hatred for both Henchard and Farfrae. It is Job who exposes the intimacy between Henchard and Lucetta. Through schemity right, the relationship between Lucetta and Henchard is revealed. Thus, there comes Newson, who contributes a sovereign towards the expenses of Skimington. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് എന്താ വെച്ചാൽ, ഫാർഫ്രൈനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ജോബിനെ പിരിച്ചു വിടുമ്പോൾ ഫാർഫ്രൈനോടും ഹെൻചാർഡിനോടും ജോബിനൊരു ശത്രുത വരും. അങ്ങനെ ജോബ് ഹെൻചാർഡിൻ്റെയും ലൂസറ്റയുടെയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എല്ലാവരെയും അറിയിക്കും. Henchard cups of misery is full as the chance brings both Lucetta and Farfrae closer. Farfrae gets married Elizabeth, but he happens to meet Lucetta. Thus Henchard loses Lucetta and Elizabeth loses Farfrae. Thus all in his novels Hardy highlights the importance of chance, which is responsible for the rise and fall of man. അപ്പം വളരെ ദുരിതം വരുന്ന സമയം എന്ന് വെച്ചാൽ ലൂസറ്റയും ഫാർഫ്രയും തമ്മിൽ ഇഷ്ടത്തിലാവുന്നുണ്ട്. ഫാർഫ്രെ എലിസബത്തിനെ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചാൽ പക്ഷേ ലൂസറ്റേനെ മാരേജ് ചെയ്യും. അങ്ങനെ ഹെൻചാർഡിന് ലൂസറ്റേനെയും എലിസബത്തിന് ഫാർഫ്രേനെയും നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഹാർഡി ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ നോവലിൽ എന്താ പറയുക, ഇങ്ങനെ ഓരോ ചാൻസാണ് ആളുകളുടെ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇത്രയാണ് ഈ നോവലിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.